നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീതയുടെ 16-ാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗം. അതാണ് കുറേയേറെ നാളായിട്ട് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ദൈവീ സമ്പത്തിൻ്റെ സവിശേഷതകൾ വളരെ വിശദമായിട്ട് വ്യാസഭഗവാൻ പറഞ്ഞു വച്ചിരിക്കുന്നത് നാം കഥകളിലൂടെ നോക്കിക്കാണുകയായിരുന്നു. ദൈവീ സമ്പത്തിൻ്റെ സവിശേഷതകൾ വളരെ സ്പഷ്ടമായിട്ട് വ്യാസൻ പറയുന്നു. അഹിംസ, സത്യം, അക്രോധ, ത്യാഗശാന്തിരപൈശുനം, ദയാഭൂതേഷു അലോലുപ്ത്വം, മാർദ്ദവം ഹ്രീരചാപലം. ഇങ്ങനെ പോകുന്നു ദൈവീ സമ്പത്തിൻ്റേതായിരിക്കുന്നതായ സവിശേഷതകൾ. അതിൽ അചാപലം എന്നുള്ളതായ ആ ധർമ്മത്തെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. മഹാഭാരതത്തിലെ കഥകളിലൂടെ ചാപല്യം ഇല്ലായ്മ. മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ അർജുനൻ്റെ കഥയുണ്ട്. ദൈവീ സമ്പത്തിൻ്റെ ഉടമയാണ് അർജുനൻ. ചാപല്യമില്ലായ്മ എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് വ്യക്തമായിട്ട് അർജുനനിലൂടെ ഭഗവാൻ വേദവ്യാസൻ ആവിഷ്കരിച്ചിരിക്കുന്നത് നാം കഴിഞ്ഞ ദിവസം കാണാൻ തുടങ്ങുകയായിരുന്നു. മനസ്സിനെ ഇളക്കം വരുത്താൻ വേണ്ടുന്നതായ സാഹചര്യങ്ങൾ എല്ലാം ഒത്തിരുന്നാലും മനസ്സൊരിക്കലും ചഞ്ചലമാകാതെ ഏതൊന്നാണോ ധർമ്മ്യമായിട്ടുള്ളത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് ചാപല്യമില്ലായ്മ. നിസ്സാരമായ കാരണങ്ങളാൽ മനുഷ്യരുടെ മനസ്സ് പലപ്പോഴും ചപലമായി പോകും, ഇളകിപ്പോകും. ആ ചാപല്യം അധർമ്മത്തിലേക്ക് അറിഞ്ഞും അറിയാതെയും വ്യക്തികളെ നയിക്കും. അത് ദൈവീ സമ്പത്തല്ല, ആസുരീ സമ്പത്താണ് ചാപല്യം. ചാപല്യമില്ലായ്മ ദൈവീ സമ്പത്ത്. അതാണ് ശരിക്കുള്ളതായ കർമ്മബന്ധാവിലൂടെ നമ്മെ മോക്ഷപദം വരെ കൊണ്ടുപോകുന്നത്. ഇല്ലെങ്കിൽ അതിനായിട്ടുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടിരുന്നാൽ പോലും വളരെയേറെ പുരോഗമിച്ചു കഴിഞ്ഞതിന് ശേഷവും ചാപല്യമില്ലായ്മ ഉറച്ചു കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാരണങ്ങൾ മതി എത്തിയ സ്ഥലത്ത് നിന്ന് താഴേക്ക് നിസ്സാരമായ അവസ്ഥയിലേക്ക് വീണു പോകാൻ. കഠിന തപസ് ചെയ്ത് വളരെയേറെ പുരോഗതി നേടിയ വ്യക്തിത്വങ്ങൾ, ഋഷിമാർ പോലും പലപ്പോഴും തപസ് നഷ്ടപ്പെട്ട് താഴേക്ക് വീഴുന്നത്, വീണ്ടും തപസ് ചെയ്യേണ്ടതായി വരുന്നത് നാം ഇതിഹാസ പുരാണങ്ങളിൽ കാണുന്നുണ്ട്. ദേവാംഗനമാരുടെ ദർശനത്താൽ അവരുടെ മനസ്സ് ചഞ്ചലമായി തീരുന്നു. നൈമിഷികമായിട്ട് അത് തപസ്സിന് വിഘാതമായി തീരുന്നു. വീണ്ടും അത്രയേറെ കഠിനമായി പരിശ്രമിക്കേണ്ടി വരുന്നു. അതാണ് ചാപല്യം എന്നുള്ളത്. മനുഷ്യൻ്റെ പുരോഗതിക്ക്, ധാർമ്മിക പുരോഗതിക്ക് തടസ്സമാണ്. അതിനെ ജയിച്ച അർജുനനെ മനസ്സ് ചഞ്ചലമാകാൻ സർവ്വവിധ സന്നാഹങ്ങളും ഒരുങ്ങിയിരുന്നിട്ടും അതിനെ സുധീരമായിട്ട് അഭിമുഖീകരിച്ച് ജയിച്ച അർജുനനെ നാം ഇവിടെ
മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ നേരിട്ട് കാണുന്നു. അർജുനന് അതിനു വേണ്ടിയിട്ട്, തൻ്റെ മനസ്സിനെ ജയിക്കാൻ വേണ്ടിയിട്ട്, ചാവല്യത്തെ അകറ്റാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക പോലും വേണ്ടി വന്നില്ല. എന്തുകൊണ്ടെന്നാൽ അചാപലം എന്നുള്ള, ചാപല്യമില്ലായ്മ എന്നുള്ള ദൈവീ സമ്പത്ത് എത്രയോ ജന്മങ്ങൾ മുമ്പ് തന്നെ അർജുനൻ്റെ മനസ്സിൽ രൂഢമൂലമായി കഴിഞ്ഞിരിക്കുന്നു. അതാണ് ചഞ്ചലചിത്തനാകാതെ അർജുനൻ മുന്നേറിയത്. അതിൻ്റെ സന്ദർഭമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ വായിക്കാൻ തുടങ്ങിയതും. ദേവലോകത്തെത്തിയ അർജുനൻ, ദേവലോകത്ത് അർജുനന് അതിഗംഭീരമായിട്ടുള്ള സ്വീകരണങ്ങളാണ് നൽകപ്പെട്ടത്. ദേവലോകത്ത് വെച്ച് അദ്ദേഹം കൂടുതൽ ആയുധവിദ്യ ഇന്ദ്രനിൽ നിന്ന് തന്നെ പഠിച്ചു. ദേവന്മാർക്ക് വശകമായിരിക്കുന്ന എല്ലാ യുദ്ധ നൈപുണ്യങ്ങളും അവിടെ വച്ചിട്ട് അർജുനൻ നേടി. സംഗീതവിദ്യ അഭ്യസിച്ചു, നൃത്തവിദ്യ അഭ്യസിച്ചു. അങ്ങനെ ദേവന്മാരാൽ പൂജിതനായിട്ട്, എല്ലാ പേരാലും പൂജിതനായിട്ട് അവിടെ വസിക്കുന്ന അവസരത്തിലാണ് അനേകം തപസ്വികളുടെ തപസ്സിന് ഭംഗം വരുത്തിയ ഉർവശി പ്രണയാഭ്യർത്ഥനയുമായിട്ട് അർജുനൻ്റെ മുന്നിൽ ഒരു രാത്രിയിൽ, പൂർണ്ണചന്ദ്രൻ എങ്ങും നിറനിലാവ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയിൽ എത്തിച്ചേരുന്നത്. ഉർവശി അർജുനനിൽ അങ്ങേയറ്റം ആസക്തയായിട്ട് അർജുനനെ തന്നെ ചിന്തിച്ച് തൻ്റെ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നതും, രാത്രിയിൽ ചന്ദ്രിക എല്ലായിടവും വ്യാപിച്ചു കഴിയുമ്പോൾ വളരെ വേഗത്തിൽ അർജുന ഭവനത്തിലേക്ക് അവൾ യാത്രയാകുന്നതും നാം കഴിഞ്ഞ ദിവസം കണ്ടു. സീധുപാനേന ജാൽപേന തുഷ്ട്യാധമദനേന ച. അല്പം മദ്യം അവൾ കഴിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, വളരെയേറെ സന്തോഷത്തോടു കൂടിയുമാണ് അവളുടെ യാത്ര. അർജുനൻ്റെ സമീപത്തേക്ക് താൻ പോവുകയാണ്. തന്നെ അർജുനൻ സ്വീകരിക്കും, അഭിനന്ദിക്കും, ഇതൊക്കെയായിരുന്നു അവളുടെ സങ്കല്പം. ഇതുവരെ താൻ ആരെയൊക്കെ ആഗ്രഹിച്ചിരുന്നോ അവരെല്ലാം ഉർവശിയെ സസന്തോഷം സ്വീകരിച്ചിട്ടുണ്ട്. അതേ അവസ്ഥ തനിക്ക് ഇവിടെയും കൈവരും, അതേ വിജയം കൈവരും എന്നുള്ള ആ വിചാരത്താൽ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടിയിട്ട് മദനേനച്ച, കാമദേവൻ അവളിലേക്ക് അമ്പുകൾ 5 എയ്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മനസ്സ് ആകെ ഇളകി മറിഞ്ഞ് പ്രണയാകുലമായിട്ട് വിലാസനൈശ്ച വിവിധൈഹി പ്രേക്ഷണീയതരാഭവത്. പല പ്രകാരത്തിലുള്ള വിലാസം നിറഞ്ഞ ആ നടത്തയാൽ ഹാവഭാവങ്ങളെല്ലാം തന്നെ ആരെയും മോഹിപ്പിക്കുന്ന പ്രകാരത്തിലുള്ളതായിരുന്നു. നൃത്തവിദ്യയിൽ അതീവ സമർത്ഥ, സൗന്ദര്യത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നവൾ. അങ്ങനെയൊക്കെയുള്ള ആ ഉർവശിയുടെ വിലാസങ്ങൾ, നൃത്ത ചലനങ്ങൾ, ആരെയും മോഹിപ്പിക്കുന്ന ചലനങ്ങൾ, ആ ചലനങ്ങളുമായിട്ടാണ് അവളുടെ അപ്പോഴത്തെ ആ യാത്രയുടെ ഉദ്യമം. ലോകത്തെ ആരുടെയും കണ്ണുകളെ അവൾ ആകർഷിക്കും. ആർക്കും വശ്യമായിട്ടുള്ള അനുഭവം അവളുടെ ദർശനത്തിൽ ഉണ്ടാകും. അങ്ങനെ അങ്ങേയറ്റം കോമള രൂപഭാവങ്ങളോടുകൂടിയിട്ട് അവൾ തതപ്രാപ്ത ക്ഷണേനൈവ മനഃപവനഗാമിനി, വളരെ പെട്ടെന്ന് തന്നെ അവൾ എത്തിച്ചേർന്നു അർജുനൻ്റെ ഭവനത്തിൽ. എങ്ങനെ? മനസ്സിൻ്റെ വേഗതയിൽ, അതേപോലെ പവനൻ്റെ വേഗതയിൽ, കാറ്റിൻ്റെ വേഗതയിൽ. മനഃപവനഗാമിനി. ഈ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പദാർത്ഥം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സാണ്. യക്ഷപ്രശ്നവേളയിൽ യക്ഷൻ്റെ ഈ ചോദ്യത്തിന് യുധിഷ്ഠിരൻ കൊടുത്ത മറുപടിയും അതുതന്നെയാണ്. മനസ്സിനോളം വേഗത ഈ പ്രപഞ്ചത്തിൽ യാതൊന്നിനുമില്ല. അങ്ങനെ മനസ്സിൻ്റെ വേഗതയിൽ അത് അവൾക്ക് അർജുന സമീപം എത്താനുള്ളതായ ആ ത്വരയെ കാണിക്കുന്നു. അതേപോലെ തന്നെ കാറ്റിനെപ്പോലെ വളരെ വേഗത്തിൽ ഭവനം പാണ്ഡുപുത്രസ്യ ഫാൽഗുനസ്യ ശുചിസ്മിത, വളരെ മധുരമായ ആകർഷണീയമായ പുഞ്ചിരിയോട് കൂടിയവളായ ആ ഉർവശി
പാണ്ഡുരാജാവിൻ്റെ പുത്രനായിരിക്കുന്ന അർജുനൻ്റെ വാസഗേഹത്തിൽ, ദേവലോകത്തിൽ അദ്ദേഹം വസിക്കുന്നതായ രാജകുമാരന്, ഇന്ദ്രപുത്രന് ഉചിതമായിട്ടുള്ളതായ ഭവനത്തിൽ അവൾ എത്തിച്ചേർന്നു. അർജുനൻ പ്രതീക്ഷിച്ചില്ല ഈ പ്രകാരത്തിൽ ഉർവശിയുടെ ആഗമനം. ഒന്നാമത് രാത്രികാലമാണ്. അപ്പോൾ ആരും തന്നെ ഭവനത്തിലേക്ക് സന്ദർശകരായിട്ട് എത്താറില്ല. ഇപ്പോഴാകട്ടെ നേരത്തെ യാതൊരു അറിയിപ്പും കൂടാതെ കണ്ട് വന്നു ചേർന്നിരിക്കുന്നത് ഉർവശി തന്നെയാണ്. അത് കണ്ടപ്പോഴേക്കും അർജുനൻ അല്പമൊന്ന് പരിഭ്രമിച്ചു പോയി. ദൃഷ്ട്വൈവ ചോർവശീം പാർത്ഥോ ലജ്ജ സംവൃതലോചന. ഉർവശിയെ കണ്ടപ്പോഴേക്കും ആകെ പരിഭ്രമിച്ചു എന്ന് മാത്രമല്ല, ആ ഉർവശിയെ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ അർജുനന് അല്പം ലജ്ജയുമുണ്ടായി. അതുകൊണ്ട് അർജുനൻ ആ അവസരത്തിൽ കണ്ണുകളെ തെല്ലൊന്ന് അടച്ചു, നേരെ ഉർവശിയുടെ മുഖത്തേക്ക് നോക്കിയില്ല. എന്നിട്ട് തൊഴുകയോടുകൂടിയിട്ട് ഉർവശിയുടെ മുന്നിൽ നിന്ന് വിനയത്തോടുകൂടി ചോദിച്ചു, കിം ആജ്ഞാപയസേ ദേവി പ്രേഷ്യസ്തേഹം ഉപസ്ഥിത. അല്ലയോ ദേവി, കിം ആജ്ഞാപയസേ, ദേവി എന്താണ് എന്നോട് ആജ്ഞാപിക്കുന്നത്? ആ ആജ്ഞയെ കേൾക്കുവാനായിട്ട് ഞാനിതാ കാത്തു നിൽക്കുന്നു. ദേവിയുടെ ആജ്ഞയെ അനുസരിക്കുവാൻ തയ്യാറായ ഒരു കിങ്കരനെ പോലെ. ദേവി എന്താജ്ഞാപിച്ചു കഴിഞ്ഞാലും ഉടനെ തന്നെ നിർവഹിക്കുന്നതാണ് എന്ന് അർജുനൻ ഭക്തിയോടുകൂടിയിട്ട് ഉർവശിയെ അറിയിച്ചു. അർജുനൻ്റെ ആ വാക്കുകൾ അത് ഉർവശിയുടെ അതുവരെയുള്ളതായ സങ്കല്പങ്ങളെ എല്ലാത്തിനെയും തകർത്ത് കളഞ്ഞു. ഉർവശി തൻ്റെ കാമുകനെയാണ് അർജുനനിൽ കണ്ടത്. അർജുനനാകട്ടെ ഉർവശിയിൽ കാണുന്നത് തൻ്റെ കാമുകിയെയല്ല, പിന്നെയോ ദേവതയെയാണ്. തനിക്ക് എല്ലാ പ്രകാരത്തിലും പൂജനീയയായിരിക്കുന്ന പ്രപഞ്ച മാതാവിന് സദൃശയായ ദേവതയെയാണ് അർജുനൻ ഉർവശിയിൽ കണ്ടത്. അതുകൊണ്ടാണ് അല്ലയോ അമ്മേ, അല്ലയോ ദേവി, എന്താണ് അങ്ങയ്ക്ക് എന്നോട് ആജ്ഞാപിക്കാനുള്ളത്? പറഞ്ഞാലും ഞാനത് ഉടനെ തന്നെ അനുഷ്ഠിക്കുന്നുണ്ട് എന്ന് ഉർവശി ആജ്ഞാപിക്കുന്നതിന് മുമ്പ് തന്നെ, ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് തന്നെ അർജുനൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു. ഇങ്ങനെ അർജുനൻ ചോദിക്കുമ്പോഴേക്കും ഉർവശി ആകെ ദുഃഖിതയായി. ഫൽഗുനസ്യ വചശ്രുത്വ ഗതസജ്ഞാ തദോർവശി. അവൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടതുപോലെയായി. ആഗ്രഹങ്ങളെല്ലാം തകിടം മറിയുന്നു. പ്രതീക്ഷിച്ചതിന് വിപരീതമായിരിക്കുന്നതായ പ്രതികരണം. അങ്ങനെ ബോധം നഷ്ടപ്പെട്ടതുപോലെ ആയിത്തീർന്നു. ബോധം നഷ്ടപ്പെട്ടില്ല, പക്ഷേ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് ഈ വിഷമസന്ധിയെ അതിലംഘിക്കേണ്ടത്, അർജുനനെ തൻ്റെ ആഗ്രഹത്തിന് വഴങ്ങത്തക്ക രീതിയിൽ ഏത് പ്രകാരത്തിലാണ് തൻ്റെ വശത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നൊന്നും അറിയാത്ത അവസ്ഥയിൽ, തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അവൾ ആകെ കുഴങ്ങി നിന്നുപോയി. എന്നിട്ട് അവൾ തൻ്റെ മനസ്സിലുള്ളതായ സങ്കല്പങ്ങളെല്ലാം അർജുനനോട് വളരെ സ്പഷ്ടമായ ഭാഷയിൽ തന്നെ പറഞ്ഞു. അല്ലയോ അർജുന, ഞാൻ നിന്നിൽ അനുരക്തയാണ്. നിന്നോടൊപ്പം കഴിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നീ ദേവലോകത്തിലേക്ക് ആനയിക്കപ്പെട്ട അവസരത്തിൽ ഏതാനും ദിവസം മുമ്പായിരുന്നല്ലോ അത്. ഇവിടെ വലിയൊരു ഉത്സവം ദേവചക്രവർത്തിയായിരിക്കുന്ന ഇന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടല്ലോ. നിന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, നിന്നെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട്.